ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും പിന്നെ 2 ചിരട്ടയും കൂടി വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഹാങ്ങിങ് പ്ലാന്ററാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർഡനിക്കൊക്കെ വേസ്റ്റായി പോണ സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് എങ്ങനെ ഈ ഒരു ഹാങ്ങർ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി 2 ചിരട്ട ആദ്യം തന്നെ എടുത്ത് വെക്കാം. അപ്പോൾ എന്നിട്ട് നമുക്ക് അതുപോലത്തെ ഞാരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ എടുത്തേക്കണ ചിരട്ട നമ്മുടെ എടുത്തേക്കണ കുപ്പിയുടെ അളവനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ കുപ്പി എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വലിയ ചിരട്ട എടുക്കുക. അത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ പരമാവധി അതുപോലുള്ള ഈ ഒരു ചകിരിയുടെ അംശങ്ങളൊക്കെ കത്തി വെച്ചോ എന്താ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് കളയാൻ നോക്കാം. ഇപ്പോൾ സാൻഡ് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കുറച്ച് നല്ല ഫിനിഷിങ്ങിൽ എടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് കത്തിയൊക്കെ വെച്ച് നമുക്ക് പറ്റാവുന്ന അത്രയും ഇങ്ങനെ ചുരണ്ടി കളയാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ സാൻഡ് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കത്തിയൊക്കെ മുറിച്ച് വെക്കണ ഒരാരും ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ ഒരു ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഉരച്ച് മിനുസപ്പെടുത്തി കൊടുക്കുകയാണ്. സാൻഡ് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉരച്ച് നല്ല ബ്ലാക്ക് കളറിൽ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ ചിരട്ട. അപ്പോൾ നമ്മുടെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ആ 2 ചിരട്ടയും അതേപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു കുപ്പിയാണ്. അപ്പോൾ കുപ്പി നമുക്ക് എത്ര വലുത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ചിരട്ടയുടെ വലിപ്പത്തിലും മാറ്റം വരുത്തണമെന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ചിരട്ട ഈ ഒരു കുപ്പിമ വെച്ച് നോക്കുമ്പോൾ വീതി ഏകദേശം ഒരേ അളവിൽ കിട്ടണതായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇത് കടത്തി വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ചെയ്തത് ഈ ഒരു കുപ്പിയുമെന്ന് ഇതുപോലെ ഒരു കഷ്ണം മുറിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിരട്ട ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെക്കാനാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം ഗ്യാപ്പിലൊക്കെ ഇത് വെക്കണം എന്നൊക്കെ കണക്കാക്കിയിട്ട് വേണം അത്രയും നീളത്തിൽ നമ്മൾ ഈ ഒരു കഷ്ണം മുറിച്ച് മാറ്റാനായിട്ട്. അപ്പോൾ നമ്മുടെ ചിരട്ടയ്ക്ക് ഇത്രയും ഗ്യാപ്പ് മതിയാവും. ഞാനപ്പോൾ അതുകൊണ്ട് ഇത്രയും മുറിച്ച് മാറ്റിയെന്നുള്ളൂ. ഇനി കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് മുറിച്ചെടുത്തേക്കണത്. ഇനി പിന്നെ ചെയ്തത് ആ 2 ചിരട്ട ഞാൻ ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പോളിഷ് ചെയ്തതൊക്കെ ആണെങ്കിൽ സ്ലീക്കോ വാർണിഷോ എന്തെങ്കിലും അടിച്ച് കറക്റ്റായൊരു ചിരട്ടയുടെ കളർ തന്നെ നിർത്തുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ഭംഗി. പിന്നെ ആ ഒരു കുപ്പിയുമ്പോഴും ഞാൻ ഇതുപോലെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു അക്രിലിക് പെയിൻറ്റാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനാമൽ പെയിൻറ്റ് ചെയ്യാം. അക്രിലിക് പെയിൻറ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഒരു കോട്ട് നമ്മൾ വാർണിഷും കൂടിയും അടിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടിലിന് ഈ ഒരു കളറല്ല കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പ്ലാസ്റ്റിക് ബോട്ടിലുമ്പോൾ അക്രിലിക് പെയിൻ്റൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു കളറ് തെളിഞ്ഞ് കാണണമെങ്കിൽ അതിന് ബേസായിട്ട് ആദ്യം തന്നെ ഒരു കോട്ട് നമ്മൾ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് അടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന് അടിച്ചു കൊടുത്തുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഏതൊരു പൊസിഷനിലാണ് അത് ഇരിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ വെച്ചിട്ട് കുപ്പിമേൽ ആ ചിരട്ട ടച്ച് ചെയ്യണ ഭാഗത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ കുപ്പിയും അതുപോലെ തന്നെ ഈ ചിരട്ടയും ഒന്ന് തുളച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്നോട് ചിരട്ടയൊക്കെ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ചോദിക്കാറുണ്ട് കേട്ടോ, ഡ്രില്ലല്ലാതെ വേറെ എന്തെങ്കിലും മാർഗ്ഗത്തിൽ ചിരട്ട തുളയ്ക്കാൻ പറ്റുമെന്ന്. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു അറിവില്ല. അപ്പോൾ ആർക്കെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഉപകാരമായിരിക്കും. She left her body and hovered above me. I saw no shadow. I looked around, searched every building and home that I found. I saw no shadow, but felt the glow. The warmth inside me, it kept me afloat. നമുക്ക് ഈ ബോട്ടിൽ ഫുള്ള് വൈറ്റ് കളറും പിന്നെ ചിരട്ടക്ക് കറക്റ്റ് ചിരട്ടയുടെ കളറും കൊടുത്ത് സ്ലീക്കോ വാർണിഷൊക്കെ അടിക്കുകയാണെങ്കിലൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പക്ഷേ ഈ വക സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ കുപ്പിക്ക് ഒരു വുഡിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ പോലെ പെയിൻറ്റ് ചെയ്തിട്ട് ചിരട്ട ഇതുപോലെ വൈറ്റ് കളറിൽ നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുപ്പിക്കിൻ്റെ മൂടിക്കും അതുപോലെ തന്നെ കുപ്പിയുടെ ഏറ്റവും താഴെ ഡ്രെയിനേജിനും ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന ചിരട്ട ഹോളില്ലാത്തതാണെങ്കിൽ അതിനും ഡ്രെയിനേജൊക്കെ കൊടുക്കണം. അപ്പോൾ ഇതായിപ്പോൾ കണ്ടതുപോലെ നല്ല ബലമുള്ളൊരു ചിരട് എടുത്തിട്ട് നമ്മുടെ മൂടി കൂടി കോർത്തിട്ട് ഒരു ഹാങ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചിരട്ട അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ 2 ചിരട്ടയും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യണത് ഈ ഒരു ടൈ വെച്ചിട്ടാണ്. അപ്പോൾ ടൈ ഒക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും അല്ലേ. അപ്പോൾ പല വലിപ്പത്തിൽ ഇത് കിട്ടും. ഞാനിപ്പോൾ ചെറിയ ടൈയാണ് എടുത്തിട്ടുള്ളത്. മനസ്സിലുള്ളത് പോലെ അല്ലെങ്കിലും കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഞാൻ ഈ ഒരു സംഭവം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് പോട്ടി മിക്സ് നിറച്ച് കൊടുത്തിട്ട് 3 സ്റ്റെപ്പായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. Lost my best friend to 23. She left her body and hovered above me. I saw no shadow. I looked around, searched every building and home that I found. I saw no shadow, but
felt the glow. The warmth inside me, it kept me afloat. It felt like heaven, it found my bones and gave me comfort when I feel alone. Now you're gone.